Hello, എല്ലാവർക്കും ഹാപ്പി ഓണം. സോ ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഹൗ ഐ സെലിബ്രേറ്റഡ് ഓണം 2025. സോ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഒരു സാരിയൊക്കെ കൊടുത്ത് ഫ്രണ്ട്സായിട്ട് ഒന്ന് അമ്പലത്തിൽ പോയായിരുന്നു. ചുമ്മാ ഓണമൊക്കെ അല്ലേ, ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ സുധീഷ് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഇത്തവണത്തെ ഓണത്തിന് ചേട്ടനും വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. സോ അപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോര്, നമുക്ക് സദ്യയൊക്കെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദൂരെയാണ്, ബട്ട് എന്നാലും ഞങ്ങൾ പോയി. പിന്നെ ഞാൻ ഇതുവരെ ചേട്ടൻ്റെ വൈഫ് മിത്ര ചേച്ചിനെ നേരിട്ട് കണ്ടിട്ടില്ല. സോ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടെ എനിക്കുണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്ന ആളാണ് മിത്ര ചേച്ചി. ചേട്ടൻ പിന്നെ ഞങ്ങൾ വരുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ സെലിബ്രേഷൻ മൂഡാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ അത്തപ്പൂവിന്റെ ഡിസൈനൊക്കെ റെഡിയാണ്. പിന്നെ ഞാനും ചേച്ചിയും ചേട്ടനൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന് പൂവൊക്കെ കുറച്ച് കിള്ളി ഞങ്ങൾ അത്തപ്പൂക്കൾ ഇടാൻ തുടങ്ങി. പൂക്കൾ ഇടുന്ന കാര്യത്തിൽ ചേച്ചി ഒഴികെ ഞങ്ങൾ 3 പേരും ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. ചേച്ചിക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരാളാ, എങ്ങനെ കിള്ളണം, ഏത് പൂവാതെ ഇടണം, ഏത് ഓർഡറിൽ ഇടണം എന്നൊക്കെ. അതുകൊണ്ട് കുറെ റെസ്ട്രിക്ഷൻ അല്ല, റെഗുലേഷൻസ് ഉണ്ടായിരുന്നു ചേച്ചിയുടെ വക. ഞാൻ പിന്നെ ഒരുപാട് അതിൽ കൈയിട്ട് കുളവാക്കാൻ നിന്നില്ല. അവസാനത്തെ ഒരു ടച്ചപ്പ് വർക്കിൽ മാത്രമേ ഞാൻ എൻഗേജ്ഡ് ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ പോലും ഇന്ന് വരെ ഇത്ര ഗ്രാൻഡ് ആയിട്ട് അത്തപ്പൂക്കളായിട്ട് ചെയ്തിട്ടില്ല. സോ ദിസ് വാസ് സോ മച്ച് സ്പെഷ്യൽ. പൂക്കളത്തിൽ പിന്നെ പൂവിന് പുറമെ ചേട്ടന്റെയും ചേച്ചിയുടെയും വേറൊരു അലങ്കാരമായിരുന്നു ആയിരിക്കുന്ന ദീപം. അത് കത്തിക്കാൻ കുറച്ച് പാടായിരുന്നു, ബട്ട് സ്റ്റിൽ നമ്മളത് വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. പിന്നെ നടുക്ക് ചേട്ടന്റെ വക ഒരു വലിയൊരു പൂവും. സദ്യ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്യുക ചെയ്തത്. സുധീഷ് ചേട്ടന്റെ വീടിന്റെ അടുത്തൊരു കടയിൽ നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്തത്. പക്ഷെ ഞാൻ എന്നാലും എന്റെ വക ഒരു അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടാ പോയത്. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അതാട്ടോ, ചൂടാക്കുമായിരുന്നു ഞാനത്. ഞാനും ചേട്ടനും അടപ്രഥമന്റെ ബിഗ് ഫാൻസ് ആണ്. സോ ലാസ്റ്റ് ടൈം ചേട്ടൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ചേട്ടൻ തന്നെ എനിക്ക് അട വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യയിലുള്ള ഐറ്റംസ് ഒക്കെ എല്ലാം നിരത്തി വെച്ചു കഴിക്കാനായിട്ടിരുന്നു. ഒത്ത നടുക്കെന്റെ പായസം ഉണ്ടായിരുന്നു. ഐ വാസ് റിയലി പ്രൗഡ്. സദ്യയിൽ ഓൾറെഡി 2 തരം പായസം ഉണ്ടായിരുന്നു. പിന്നെ യൂഷ്വൽ സദ്യയിൽ ഉണ്ടാവുന്ന കറികളും എല്ലാം കൂടെ ഇറ്റ് വാസ് എ ക്വൈറ്റ് ഗുഡ് സദ്യ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു, ഈ വെയിലത്ത് നിങ്ങൾ ഇനി പോകണ്ട, ഓൾമോസ്റ്റ് 30 കിലോമീറ്റേഴ്സ് കൂടുതലുണ്ട്, നമുക്കൊരു മൂവിയൊക്കെ കണ്ടിട്ട് മെല്ലെ പോവാന്ന് പറഞ്ഞു. അതിനുശേഷം ഇത്രേച്ചിയുടെ വക ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് ഓണാഘോഷ പരിപാടികളെ ഞങ്ങൾ അവസാനിപ്പിച്ചു. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം.